നമസ്കാരം, ഞാൻ ഡോക്ടർ റിൻല മേരി ജോബ്സൺ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന അനീമിയയെ പറ്റിയിട്ടാണ്. പിളർച്ച. പൊതുവെ എല്ലാവരും പറയുന്നത് ബ്ലഡിൽ കുറവ് എന്നാണ്. സത്യത്തിൽ നമ്മുടെ ബ്ലഡിൽ RBC, WBC അങ്ങനെ ഒരുപാട് കണ്ടന്റുകളുണ്ട്. അതിൽ RBCയുടെ ക്വാളിറ്റിയിലോ അല്ലെങ്കിൽ നമ്പറിലോ കുറവ് വരുന്നതിനെയാണ് ഈ അനീമിയ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹീമോഗ്ലോബിന്റെ നമ്പറിലും കുറവ്. ഈ ഹീമോഗ്ലോബിൻ നമ്മുടെ ശരീരത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു ഘടകം കൂടിയാണ്. ഹീമോഗ്ലോബിൻ ആണ് നമ്മുടെ ശരീരത്തിലോട്ട് എല്ലായിടത്തോട്ടും ഓക്സിജൻ സപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഈ ഹീമോഗ്ലോബിന്റെ അളവിൽ കുറവ് വന്നു കഴിഞ്ഞാൽ ശരീരത്തിൽ ഓക്സിജൻ സപ്ലൈയും കൂടി ബാധിക്കും. ഇനി എങ്ങനെയാണ് അനീമിയ വരുന്നത്? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അയൺ ഡെഫിഷ്യൻസിയാണ്. ഈ അയൺ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ അയൺ നമ്മുടെ ശരീരത്ത് നമ്മുടെ ഇന്റസ്റ്റൈനിൽ നിന്ന് അബ്സോർബ് ചെയ്യാതിരിക്കുകയോ ചെയ്യുമ്പോഴാണ് അയൺ ഡെഫിഷ്യൻസി വരുന്നത്. അയണ് നമ്മുടെ ഹീമോഗ്ലോബിൻ ഉണ്ടാക്കാനായിട്ട് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകം കൂടിയാണ്. അപ്പോൾ അയൺ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്ത് അയൺ കുറഞ്ഞു കഴിഞ്ഞാൽ അത് ഹീമോഗ്ലോബിൻ പ്രൊഡക്ഷനെയും ബാധിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് വിറ്റമിൻ ഡെഫിഷ്യൻസി, അതായത് വിറ്റമിൻ B12ഉം ഫോളിക് ആസിഡിലും വരുന്ന ഡെഫിഷ്യൻസി. ഫോളിക് ആസിഡും വിറ്റമിൻ B12ഉം നമ്മുടെ DNA സിന്തസിസ്, RBCയുടെ അതായത് റെഡ് ബ്ലഡ് സെൽസിന്റെ DNA സിന്തസിസിനും ഈ സെൽസ് ഡിവൈഡ് ചെയ്യുന്നതിനും ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഘടകമാണ് ഈ വിറ്റമിൻ B12ഉം ഫോളിക് ആസിഡും. അപ്പൊ ഇത് അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ കുറവ് കഴിച്ചാലും ഇതിലൊരു ഡെഫിഷ്യൻസി വരും. അത് കാരണം കൊണ്ട് നമുക്ക് അനീമിയ സംഭവിക്കാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ബ്ലഡ് ലോസ്, അതായത് നമ്മുടെ ശരീരത്തിൽ നിന്ന് രക്തം പോകുന്ന അവസ്ഥ, പുറത്തോട്ട് പോകുന്ന അവസ്ഥ. ഇത് ചിലപ്പോൾ അക്യൂട്ട് ആയിരിക്കാം, ക്രോണിക് ആയിരിക്കാം. അക്യൂട്ട് എന്ന് പറയുന്നത് നോർമലി ആക്സിഡന്റ് ഒക്കെ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇഞ്ചുറി കാരണം ബ്ലഡ് പോകും. അതുപോലെ തന്നെ ട്രോമകള്, പിന്നെ നമുക്കൊരു സർജറി ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് നമ്മുടെ ശരീരത്തിൽ നിന്ന് ലോസ് ആവും. ഇനി ക്രോണിക് കണ്ടീഷൻ എന്ന് പറയുന്നത് പല അസുഖങ്ങൾ കാരണം ചിലപ്പോൾ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ബ്ലീഡിങ്ങുകളായിരിക്കും. അതുപോലെ തന്നെ മെൻസ്ട്രുവൽ ബ്ലീഡിങ് ഒരുപാട് ഉള്ള ആൾക്കാർക്കാണ്, അതായത് പീരീഡ്സ് ആകുന്ന സമയത്ത് ഒരുപാട് ബ്ലഡ് പോകുന്നുണ്ടെങ്കിൽ അത് കാരണം അനീമിയ സംഭവിക്കാം. പിന്നെ വരുന്ന കാരണങ്ങളാണ് ബോൺ മാരോ ഡിസീസ്. നമ്മുടെ ബോൺ മാരോയിലാണ് ഈ RBCയുടെ പ്രൊഡക്ഷനുകൾ കംപ്ലീറ്റ് നടക്കുന്നത്. അപ്പൊ ബോൺ മാരോയിൽ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അത് എപ്ലാസ്റ്റിക് അനീമിയ, അതുപോലെ തന്നെ ലുക്കേമിയ പോലത്തെ അനീമിയകൾക്ക് കാരണമാകും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് ആണ്. എന്താണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്നുള്ളത് നമുക്കറിയാം. നമ്മുടെ ശരീരത്തിലെ വസ്തുക്കളെ ശത്രുവായിട്ട് കണ്ട് അതിനെ അറ്റാക്ക് ചെയ്യുന്നതാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ. അതിൽ വരുന്നതാണ് സിക്കിൾ സെൽ അനീമിയയും താലസീമിയയും. ഈ സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത് നമ്മുടെ നോർമലി RBC ഒരു റൗണ്ട് ഷേപ്പിലാണ് ഇരിക്കുക. സിക്കിൾ സെല്ലില് അത് അരിവാളിന്റെ ഷേപ്പിലായിരിക്കും കാണുന്നത്. ഇതുപോലെ തന്നെ താലസീമിയയിലും ഇതിന്റെ സ്ട്രക്ചറിൽ വരുന്ന വ്യത്യാസം. ഇത് കാരണം കൊണ്ടാണ് അനീമിയ ഉണ്ടാകുന്നത്. പിന്നെ എന്തൊക്കെയാണ് അനീമിയ കാരണം വരുന്ന സിംറ്റംസ്? ഒന്നെന്ന് പറയുന്നത് ഇവരെപ്പോഴും വീക്ക് ആയിരിക്കും, അതായത് ഇവർക്കൊരു ക്ഷീണാവസ്ഥയായിരിക്കും. പിന്നെ തലകറക്കം, ബോധം പോകുന്ന അവസ്ഥ. പിന്നെ ഇവരുടെ കൈയും കാലും ഒക്കെ എപ്പോഴും തണുത്തിരിക്കും കേട്ടോ. പിന്നെ കുറച്ച് നടക്കുമ്പോഴേക്കും ഇവർക്ക് കിതയ്ക്കുക, മെയിൻ ആയിട്ട് ഓടാനോ ചാടാനോ ഒക്കെ തുടങ്ങുമ്പോഴേക്കും ഇവർ കിതയ്ക്കാനൊക്കെ ആയിട്ട് തുടങ്ങും. പിന്നെ എന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ട് ബീറ്റിൽ ഇറഗുലാരിറ്റി, കാരണം ഓക്സിജന്റെ അളവ് കുറയുന്നതുകൊണ്ടാണ് ഈ ഒരു റീസണുകളൊക്കെ വരുന്നത്. ഇതൊക്കെയാണ് സിംറ്റംസ് ആയിട്ട് നമ്മൾ പറയുന്നത്. പിന്നെ ഒരു മെയിൻ സിംറ്റം ആണ് ഇവരുടെ സ്കിൻ എപ്പോഴും പെയിൽ ആയിരിക്കും, അതായത് വെളറി വെളുത്തിരിക്കുന്ന ഒരു അവസ്ഥ. പിന്നെ അനീമിയ കാരണം വരുന്ന കോംപ്ലിക്കേഷൻസ് ഉണ്ട് കേട്ടോ. ഒരുപാട് നാള് എക്സ്ട്രീം അനീമിയയിൽ പോവുകയാണെങ്കിൽ അത് ഹാർട്ട് ഫെയിലിയറിന് കാരണമാകും. അതുപോലെ തന്നെ ചെസ്റ്റ് പെയിൻ വരിക, ഹാർട്ട് ബീറ്റിൽ തന്നെ ഇറഗുലാരിറ്റീസ്, ഇതൊക്കെയാണ് ഇതിന്റെ ഒരു കോംപ്ലിക്കേഷൻ ആയിട്ട് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് നമുക്ക് ഈ വിറ്റമിൻ കുറവ് കാരണമുള്ള അനീമിയ ആണെങ്കിലും അയൺ ഡെഫിഷ്യൻസി കാരണമുള്ള അനീമിയ ആണെങ്കിലും നമുക്ക് ഫുഡിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അതായത് ആ ഒരു ബ്ലഡിന്റെ അളവ് കൂട്ടാനായിട്ട് പറ്റുന്നതാണ്. അതിന് മെയിൻ ആയിട്ട് അയൺ അടങ്ങിയിരിക്കുന്ന ഫുഡുകളും വിറ്റമിൻ B12 അടങ്ങിയിരിക്കുന്ന ഫുഡും ഫോളിക് ആസിഡ് അടങ്ങിയ ഭക്ഷണങ്ങളും ധാരാളം കഴിച്ചാൽ മതി. അയൺ ഒരുപാട് അടങ്ങിയിട്ടുള്ള ഭക്ഷണമാണ് മെയിൻ ആയിട്ട് ഇലവർഗ്ഗങ്ങൾ. നമ്മുടെ ചീര ആണെങ്കിലും ഉലുവച്ചീര ആണെങ്കിലും അതുപോലെ തന്നെ ഉള്ളിത്തണ്ട് എന്നൊക്കെ നമ്മൾ പറയും. നോർമലി നമ്മൾ തീയൽ പോലെ ഉണ്ടാക്കുന്ന ഒരു സാധനം കേട്ടോ. ഇതിലൊക്കെ അയൺ നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഉണക്കമുന്തിരി, ഡേറ്റ്സ്. പിന്നെ അയൺ ഡെഫിഷ്യൻസി ഉള്ളവർക്ക് കഴിക്കാൻ പറ്റുന്നതാണ് നമ്മുടെ എള്ളുണ്ട്, എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അതിൽ കറുത്ത എള്ള് നന്നായിട്ട് ബ്ലഡ് കൂട്ടുന്ന ഒരു സംഗതി കൂടിയാണ്. പിന്നെ പൊതുവെ സീഡ്സിലും അയൺ നല്ലപോലെ ഉള്ളതാണ്. പംകിൻ സീഡ് ആണെങ്കിലും ചിയ സീഡ്സ് ഒക്കെയാണ്. അപ്പൊ മെയിൻ ആയിട്ട് അയൺ കുറവുള്ള ആൾക്കാർ ഈ ഫുഡ് ധാരാളം കഴിക്കുക. അതുപോലെ തന്നെ വിറ്റമിൻ B12 അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങളാണ് ബീഫിന്റെ ലിവറുകളും മുട്ടയുടെ മഞ്ഞയാണെങ്കിലും പിന്നെ ചിക്കൻ, പാല്, ഇതിലൊക്കെ ധാരാളം വിറ്റമിൻ B12 ഉണ്ട്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫോളിക് ആസിഡ് ആണ്.
ഫോളിക് ആസിഡ് അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങളാണ് മെയിൻ ആയിട്ട് സീഡ്സ്, അതായത് നമ്മുടെ സൺഫ്ലവർ സീഡ്സ് ആണെങ്കിലും ഫ്ലാക്സ് സീഡ്, പിന്നെ ഇലവർഗ്ഗങ്ങള്, ചീര, ആ കാര്യത്തില് നമ്മുടെ മുരിങ്ങയില, ഇതിലൊക്കെ ധാരാളം ഫോളിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. മുട്ടയിലാണെങ്കിലും ഉണ്ട്, പിന്നെ ബീഫിന്റെ ലിവർ, ഇതിലൊക്കെ ധാരാളം ഉണ്ട്. പിന്നെ ഫ്രൂട്ട്സ് നോക്കുകയാണെങ്കിൽ ഓറഞ്ച്, വെജിറ്റബിൾസിലാണെങ്കിൽ ക്യാരറ്റ്, ഇതിലൊക്കെ നന്നായിട്ട് ഫോളിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്കും അനീമിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് ഡയറ്റിൽ ശ്രദ്ധിക്കുക. അപ്പൊ എന്താണ് അനീമിയ എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ അനീമിയ വരാനായിട്ടുള്ള കാരണങ്ങൾ നമുക്ക് എങ്ങനെ ഡയറ്റിൽ ഇത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാം. അപ്പൊ നിങ്ങളിലും ഈ അനീമിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഡോക്ടറുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ബ്ലഡ് ടെസ്റ്റുകളൊക്കെ അവൈലബിൾ ആണ്. അതിൽ എന്ത് കാരണം കൊണ്ടാണ് അനീമിയ വരുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കുക. അതിനനുസരിച്ച് ഡോക്ടറോട് ഡയറ്റിൽ നിർദ്ദേശം ചോദിക്കുക. അതുപോലെ തന്നെ നമുക്ക് സപ്ലിമെന്റ്സ് ഒക്കെ എടുക്കാനായിട്ട് പറ്റും. പക്ഷെ നിങ്ങളുടെ ഏത് അനീമിയ ആണെന്നുള്ളത് അറിയണം. അപ്പൊ നിങ്ങളിലും ഈ സിംറ്റംസ് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണുക. ഇതുപോലെ ആർക്കെങ്കിലും അനീമിയ ഉള്ളതായിട്ട് അറിയാമെങ്കിൽ അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. എല്ലാവർക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനാണെങ്കിൽ എല്ലാവർക്കും അയച്ചു കൊടുക്കുക. അപ്പൊ ദിസ് ഇസ് ഡോക്ടർ റിൻല മേരി ജോബ്സൺ സൈനിങ് ഓഫ്.